Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനലിറ്റിക്കൽ സ്കിൽസ് ആണ്. അതായത് CUET PG 2023 പേപ്പറിൽ നിന്നുള്ള കുറച്ച് അനലിറ്റിക്കൽ സ്കിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് തന്നെ ഒരു ബ്ലഡ് റിലേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ദീപ സെഡ് ടു ജതിൻ. ദീപ എന്താണ് ജതിനോട് പറയാണ്, ദാറ്റ് ബോയ് playing with football is the younger of two brothers of the daughter of my father's wife. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ഇസ് ദ ബോയ് പ്ലേയിങ് ഫുട്ബോൾ ഈസ് റിലേറ്റഡ് ടു ദീപ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് പറയുന്ന കാര്യം ലാസ്റ്റ് ഭാഗം നോക്കാം. ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ്. ഓക്കെ, അതായത് എന്റെ ഫാദറിന്റെ വൈഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആരാണ്? എന്റെ മദർ ആണ്. ആ മദറിന്റെ ഡോട്ടർ, ദാറ്റ് മീൻസ് ഒന്നിക്ക് ഞാനായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ എന്റെ സിബ്ലിംഗ് ആയിരിക്കാം. അതായത് ദീപയാണ് പറയുന്നത്, ദാറ്റ് മീൻസ് ദീപാസ് സിബ്ലിംഗ് ആയിരിക്കാം. ഒന്നിക്ക് ദീപ ആയിരിക്കാം, അല്ലെങ്കിൽ ദീപയുടെ സിബ്ലിംഗ് ആയിരിക്കാം. ഓക്കെ, അപ്പോ പറയുന്ന കാര്യം നോക്കാം. ദാറ്റ് ബോയ് പ്ലേയിങ് വിത്ത് ഫുട്ബോൾ ഈസ് യങ്ങർ ഓഫ് ടു ബ്രദേഴ്സ് ഓഫ് ഒന്നിക്ക് ദീപ അല്ലെങ്കിൽ ദീപന്റെ സിബ്ലിംഗ്സ്. അതായത് ആ പറയുന്ന വ്യക്തി എന്താണ്? തീർച്ചയായിട്ടും ദീപയുടെ ആരാണ്? ബ്രദർ ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ബ്രദർ ആണ്. ആ ഒരു കാര്യം ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് വൈഫ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. നമുക്കത് ഫാമിലി ട്രീം ഒന്നും വരക്കേണ്ടാത്ത അല്ലെങ്കിൽ അത്രയൊന്നും പോകണ്ടാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫോളോയിങ് സീരീസ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ മിസ്സിംഗ് ടേം. മിസ്സിംഗ് ടേം ഏതാണ് കണ്ടെത്തുക? മിസ്സിംഗ് ടേം ഏത് ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് കണ്ടെത്താം. നോക്കാം. ഫസ്റ്റ് 1 ഓക്കെ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു റിലേഷൻ ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് നോക്കാം. 2, 16, 3, 81. ഓക്കെ, ഇവിടെ 1ഉം 16ഉം 81 ഒക്കെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ റിലേഷൻ വന്നിട്ടുള്ളത് 1:4 ആണ്. എങ്ങനെ 1:4 കിട്ടിയത്? 1 മാത്രം നോക്കിയിട്ടല്ല, രണ്ടാമത്തെ ടേം നോക്കിയിട്ടാണ് അത് (4) ആണെന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായത്. ജസ്റ്റ് നോക്കാം. 2:4. 2:4 എന്ന് പറയുമ്പോൾ 2:2 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. അതുപോലെ തന്നെ ഇൻറ്റു 2ന്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 4 × 4 16. നെക്സ്റ്റ് 3:3 3:4. 3:4 എന്ന് പറയുമ്പോൾ 9 × 9, ദാറ്റ് മീൻസ് 81. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? 4:4, ദാറ്റ് മീൻസ് 4 × 4 എത്രയാണ്? 16 ആണ്. 16 × 16, 16ന്റെ സ്ക്വയർ 256 ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1 4 256 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംപ്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. In the given question, a statement is followed by two assumptions numbered 1 and 2. Consider the statement and which of the given assumption is implicit. Implicit എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫോളോ എന്നതിന് എന്തുള്ളൂ? അർത്ഥമുള്ളൂ. ജസ്റ്റ് ആ ഒരു അസംപ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാൻ നമുക്ക്. സ്ട്രോങ് കോഡിംഗ് സ്കിൽസ് cannot be the only criteria for a successful career in the field of information technology. ഇപ്പൊ ഇൻഫോർമേഷൻ ടെക്നോളജി ഫീൽഡിൽ ഒരു സക്സസ്ഫുൾ കരിയറിന് സ്ട്രോങ് കോഡിംഗ് സ്കിൽ മാത്രം ഒരു ക്രൈറ്റീരിയ ആക്കിയിട്ട് പറയാൻ വേണ്ടി കഴിയില്ല എന്നാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അസംപ്ഷൻ നോക്കാം. ബ്രൈറ്റ് കരിയേഴ്സ് ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT are not only linked with strong coding skills. അപ്പൊ തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. സ്ട്രോങ് കോഡിംഗ് സ്കിൽസ് മാത്രമല്ല, അവിടെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നെഗോഷിയേഷൻ സ്കിൽസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അവിടെ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യത്തോട് തന്നെയാണ് ആ ഒരു അസംപ്ഷൻ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ചൂണ്ടുന്നത് അല്ലെ? അതായത് അവിടെ സ്ട്രോങ് കോഡിംഗ് സ്കിൽസ് മാത്രമല്ല ആ ഒരു ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് നോട്ട് ഓൺലി ലിങ്ക്ഡ് വിത്ത് എന്താണ്? സ്ട്രോങ് കോഡിംഗ് സ്കിൽസ് ആണെന്ന് പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യത്തോട് തീർച്ചയായിട്ടും ഫസ്റ്റ് അസംപ്ഷൻ യോജിക്കുന്നുണ്ട്. രണ്ടാമത്തെ നോക്കാം. ഇഫ് എ പേഴ്സൺ ഹാസ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആസ് വെൽ ആസ് സ്ട്രോങ് കോഡിംഗ് സ്കിൽസ് ഓൺലി ദെൻ വുഡ് ഹി ബി അല്ലെങ്കിൽ ഓർ ഷീ ബി സക്സസ്ഫുൾ. ഇപ്പോ എക്സലന്റ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കോഡിംഗ് സ്കിൽസിന്റെ കൂടെ തന്നെ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം സക്സസ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയില്ല. മെയിൻ ആയിട്ട് അവിടെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, നെഗോഷിയേഷൻ സ്കില്ല്, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിനോട് കൂടെ ബാക്കിയുള്ള സ്കിൽസും തീർച്ചയായിട്ടും ആഡപ്പ് ഓൺ ആയിട്ട് വരേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതൊരു ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ആണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ഓൺലി അസംപ്ഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ് എന്നുള്ളതായിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാന്ത ഈസ് റാങ്ക്ഡ് 16 ഫ്രം ദി ടോപ്പ്. ഓക്കെ, ടോപ്പിൽ നിന്ന് കാന്തയുടെ റാങ്ക് 16 ആണ്. അതുപോലെ തന്നെ ആൻഡ് 29 ഫ്രം ദി ബോട്ടം among those who passed a competitive examination in class. അപ്പൊ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ 29 ആണ്.
ഓക്കെ -1 is equal to ഇവിടെ 16 plus 29 എന്ന് പറയുമ്പോൾ 35 45 45 minus 1 44 ആണ്. ഈ 44 ടോട്ടൽ സ്റ്റുഡൻസ് ആണ്, തീർച്ചയായിട്ടും അല്ല, അവിടെ പ്രത്യേകം പറയുന്നുണ്ട് those who passed a competitive examination in class. അവരുടെ ക്ലാസ്സിൽ നടത്തിയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ പാസ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം മാത്രമാണ് നമ്മളിപ്പോ കണ്ടെത്തിയത് 44. ഓക്കെ, ഇനി ബാക്കി പറയും നോക്കാം. 6 students did not participate. 6 സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അവർ പങ്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ 5 failed in it. ഏകദേശം 5 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോമ്പറ്റീഷനിൽ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ ഇത് പാസ്സായ ആളുകളുടെ മാത്രം എണ്ണാണ് 44. അതുപോലെ തന്നെ ഈ ഒരു 11 കൂടി തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ്സിൽ ആഡ് ആയിട്ട് വരും. ദാറ്റ് മീൻസ് 55 കുട്ടികളായിരിക്കും. അവിടെ ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ മെനി സ്റ്റുഡൻസ് വേർ ദർ ഇൻ ദി ക്ലാസ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഈ ഒരു 55 കുട്ടികളായിരിക്കും റൈറ്റ് ആൻസർ വരിക. അപ്പൊ 44 എന്ന് പറയുന്നത് ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ പാസ്സായ കുട്ടികളുടെ മാത്രം എണ്ണമാണ്. അതിലേക്ക് നമ്മൾ എന്തുകൂടി ആഡ് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ ബാക്കിയുള്ള തോറ്റ 5 കുട്ടികളുടെ എണ്ണവും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 6 + 5 എന്ന് പറയുമ്പോൾ 11 വരുന്നു. 44 + 11 55 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സെർട്ടൈൻ കോഡ് 253 means books are old. Okay, 253 എന്താ മീൻ ചെയ്യുന്നത്, books are old. 546 means man is old. Okay, അങ്ങനെയാണെങ്കിൽ 378 means buy good books. അങ്ങനെയാണെങ്കിൽ what stands for the word are in the code? R എന്നുള്ളതിന് എന്തായിരിക്കും അവിടെ കോഡായിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. R എന്ന് പറയുന്നത് 253 എന്നുള്ളതിലാണുള്ളത്. 253. അപ്പൊ തീർച്ചയായിട്ടും 4 നമ്മുടെ ആൻസർ ആവില്ല, അതുപോലെ തന്നെ 6 നമ്മുടെ ആൻസർ ആവില്ല. 2 അല്ലെങ്കിൽ 5 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ നോക്കാം, ഫസ്റ്റത്തേതിലും രണ്ടാമത്തേതിലും എന്ത് കോമൺ ആയിട്ട് വരുന്നുണ്ട്, ഓൾഡ് എന്നുള്ള കോമൺ ആയിട്ട് വരുന്നുണ്ട്. എവിടെയും അതുപോലെ തന്നെ എവിടെയും ഓൾഡ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. രണ്ടിലും 5 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ 5 തീർച്ചയായിട്ടും പോയി, ബാക്കിയുള്ളത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെത് 2 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ നമ്പർ സീരീസ് ഗിവൺ ബിലോ 1 number is missing. The series is followed by 4 alternatives. Identify the right answer. അപ്പോ താഴെ തന്നിരിക്കുന്ന ആ ഒരു സീരീസിൽ റൈറ്റ് ആൻസർ കണ്ടെത്താനാണ് 28 33 31 36 അടുത്തൊരു ടേം ഇല്ല 39. ഓക്കെ, അപ്പൊ ഇവിടെ 28ൽ നിന്ന് 33ലേക്ക് വരാൻ +5 ആണ്. ഓക്കെ, 33ൽ നിന്ന് 31ലേക്ക് വരാൻ -2 ആണ്. നെക്സ്റ്റ് 31ൽ നിന്ന് 36ലേക്ക് പോകാൻ +5 ആണ്. അപ്പൊ തീർച്ചയായിട്ടും മിക്കവാറും -2 ആണ് വരേണ്ടത്. +5 -2 ആ രീതിയിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ 34 ആയിരിക്കും അങ്ങനെയാണെങ്കിൽ വരിക അല്ലെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് +5 39 വരണം. ആ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ ചെയ്ത് നോക്കുക, അങ്ങനെ തന്നെയല്ലേ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ADFGKNPQ ഒരു അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ DGIJ ന്റെ കോഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റിലേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് നോക്കാം. ADFG ഓക്കെ KNPQ. ഞാൻ ന്യൂമറിക്കൽ വാല്യൂ എടുക്കാം. 1 4 6 7. ഇവിടെ ന്റെ ന്യൂമറിക്കൽ വാല്യൂ 11, ഇവിടെ 14 16, ഇവിടെ 17. അപ്പൊ എല്ലാത്തിലേക്കും 10 ആഡ് ചെയ്തു അല്ലെ. 1 + 10 11. ഇവിടെ 10 ആഡ് ചെയ്തു, ഇവിടെ 10 ആഡ് ചെയ്തു, ഇവിടെയും 10 ആഡ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ DGIJ 4 7 9 10. ഓക്കെ, അപ്പൊ ഡിന്റെ എന്ത് വരും, N വരും. അപ്പൊ നമുക്ക് എല്ലാത്തിലും N ആണ്, നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ജിന്റെ എന്ത് വരും, Q വരും അല്ലെ, 17th ലെറ്റർ. NQ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടാം, ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടാം. നെക്സ്റ്റ് I 9 ആണ്, 19ാമത്തത് S ആണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്കിംഗ് അറ്റ് സീത രാം സൈസ്. അപ്പോ സീതനെ നോക്കിയിട്ട് ആരാ പറയുന്നത്, രാമാണ് പറയുന്നത്. ഷീ ഈസ് ദ മദർ ഓഫ് മൈ മദർ ഇൻ ലോസ് ഓൺലി ഗ്രാൻഡ് സൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ. ഷീ ഈസ് ദ മദർ ഓഫ് മൈ മദർ ഇൻ ലോസ് ഓൺലി ഗ്രാൻഡ് സൺ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കാം. അപ്പോൾ ആരാ പറയുന്നത്, രാമാണ് പറയുന്നത്. ഓക്കെ, രാമാണ് പറയുന്നത്. രാമിന്റെ വൈഫിന്റെ മദർ അല്ല, അങ്ങനെയാണല്ലോ രാമിന്റെ മദർ ഇൻ ലോ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വരാം. ഓക്കെ, ഷീ ഈസ് ദ മദർ ഇൻ ലോസ് മൈ മദർ ഇൻ ലോസ് ഓൺലി ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ഇവിടെ രാമിന്റെ മദർ ഇൻ ലോ വന്നു. അവരുടെ ഓൺലി ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ഇവരുടെ മകനായിരിക്കും. അതായത് രാമിന്റെ മകൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മകന്റെ മദർ ആണെന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു രാമിന്റെ വൈഫ് ആരാണ്, ഈ ഒരു സീതയാണ്. ഓക്കെ ആണല്ലോ. പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും അധികം ബ്ലഡ് റിലേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലും നമ്മൾ വരക്കുന്ന സമയത്ത് ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ടേക്കാണ് വരക്കുക. അതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആരാണ് സംസാരിക്കുന്നത്, ആരെ നോക്കിയിട്ട് ആരാണ് സംസാരിക്കുന്നത് നോക്കാം. അപ്പൊ രാമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്ന കാര്യം നോക്കാം. മൈ മദർ ഇൻ ലോസ് ഓൺലി ഗ്രാൻഡ് സൺ. അപ്പൊ രാമിന്റെ മദർ ഇൻ ലോ അവരുടെ ഓൺലി ഗ്രാൻഡ് സൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആര് സണ്ണനായിട്ട് വരും, രാമിന്റെ സണ്ണനായിട്ട് വരും. അപ്പൊ അവരുടെ മദർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആരെന്നെയാണ് വരിക, സീതയായിട്ടാണ് വരിക. ദാറ്റ് മീൻസ് രാമിന്റെ വൈഫാണ് ആരെന്ന് പറയുന്നത്, സീത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഈസി അല്ലേ.
വെർബൽ അനാലജി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. റോസ്റ്റർ, ഡ്യൂട്ടി. അങ്ങനെയാണെങ്കിൽ ഇൻവെന്ററി എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ റോസ്റ്റർ എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ 3 ഗുഡ്സ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 85, 43, 44, 67.5, 137, 345. ഓക്കെ, 85, 43 ഒരു സീരീസ് ആണ്. 44, 67.5, 137, 345. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെയിം റിലേഷൻ നമ്മൾ എന്ത് ചെയ്യാണ് 125ലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതായത് ഫസ്റ്റ് ടൈം 125 ആയിട്ട് വരും. എന്നിട്ട് അതിലിങ്ങനെ ഓരോ ടൈം ആയിട്ട് കൊടുക്കാണ്. അപ്പൊ 125 ഫസ്റ്റ് വരുമ്പോൾ ഇതിൽ ഫസ്റ്റ് റിലേഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എ വരും, അടുത്തത് ബി ടൈം വരും, അടുത്തത് സി ടൈം വരും. നമ്മളോട് ഏതാ ചോദിച്ചിട്ടുള്ളത്? സി ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സി ടൈം നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പേ ഇവിടെ ഏത് റിലേഷൻ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 125ലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് 85 into 0.5 plus 0.5 ആണ്. അതായത് 85ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 42.5 ആണ്. അതിലേക്ക് ഒരു 0.5 കൂടി ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 43 വന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് 43 ആണ് വന്നത്. 43 into 1 plus 1 ആണ്. അതായത് ഇവിടെ എന്ത് ചെയ്തു? ജസ്റ്റ് ഒരു 0.5 കൂടി ആഡ് ചെയ്തു. 43 into 1 എന്ന് പറയുന്നത് 43 തന്നെ പ്ലസ് 1 44 വരും. ഓക്കെ, നെക്സ്റ്റ് എന്താവും? 0.5 1, നെക്സ്റ്റ് 1.5 ആയിട്ട് മാറും. അപ്പൊ 44 into 1.5 പ്ലസ് 1.5 വരും. ഓക്കെ ആണല്ലോ. 44 into 1.5 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എത്ര വരും? 44 പ്ലസ് 44ന്റെ പകുതി, ദാറ്റ് മീൻസ് 66 വരും. ഓക്കെ, 66ലേക്ക് 1.5 ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 67.5 വരും. ആ രീതിയിലാണ് റിലേഷൻ. നെക്സ്റ്റ് എന്ത് ചെയ്യും? 67.5 into 2 plus 2 വരും. ആ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ 125ലേക്ക് ജസ്റ്റ് സെയിം കാര്യം അപ്ലൈ ചെയ്യാം. 125 ഫസ്റ്റ് എന്താണ്? ഇൻറ്റു 0.5 പ്ലസ് 0.5. സോ 125ന്റെ പകുതി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര വരും? 62.5 വരും അല്ലെ? 62.5 ആണ് വരിക. അതിലേക്ക് 0.5 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എത്ര വരും? 63 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 63 into 1 plus 1 ആണ്. അപ്പൊ നമുക്ക് എ ടൈം കിട്ടി. എ ടൈം എന്താണ്? എ ടൈം നമുക്ക് 63 കിട്ടി. ഇനി അടുത്തൊരു ടൈം നമുക്ക് ബി ടൈം ആണ് കാണേണ്ടത്. 63 into 1 എന്ന് പറയുന്നത് 63 തന്നെ പ്ലസ് 1 64 വരും. ബി ടൈം നമുക്ക് കിട്ടി 64 ആണ്. നെക്സ്റ്റ് നമുക്ക് സി ടൈം ആണ് കിട്ടേണ്ടത്. അപ്പൊ സി ടൈം ജസ്റ്റ് നോക്കാം. 64 into 1.5 plus 1.5. 64 into 1.5 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വരും? 64. അതിന്റെ ഒരു പകുതിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 32 ആണ്. 32 ആഡ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 96 വരും. 96 plus 1.5 എന്ന് പറയുമ്പോൾ 97.5 ആണ് സി ടൈമിന്റെ അവിടെ വരിക. ഏതാണ്? 97.5 ആണ്. ഓപ്ഷൻ 4 97.5 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.